ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലയാളി വൈബ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാസ്ത അല്ലെങ്കിൽ മക്രോണി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള മാക്രോണിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് ഒരു പാക്കറ്റാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. സ്റ്റോറിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഫുള്ള് പാക്കറ്റ് വേണമെന്നുള്ളവർക്ക് അത് ഫുൾ എടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യത്തിന് എടുക്കാം. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാനോ വെക്കുക. വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു മാക്രോണി അതിലേക്കിട്ട് നന്നായി തിളപ്പിച്ച് വേവിക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അടച്ച് വെച്ച് കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്കത് വേവിക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം, സവാള, അതിൻ്റെ പച്ചമുളക്, പിന്നെ ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി, ഇത്രയുമാണ് ഇനി നമുക്ക് വേണ്ടത്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി എന്നിവ നമുക്കതിലേക്കിടാം. അതിന് മുമ്പ് കടു ആവശ്യമുള്ളവർ ആദ്യമായി കടു ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാം കൂടി അതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അടുത്തതായി നമുക്കിനി വേണ്ടത് കുറച്ച് പാലാണ്. 1 കപ്പ് പാലാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദമാവ് കൂടി വേണം. അപ്പോൾ നമ്മൾ ഈ 1 കപ്പ് പാലിലേക്ക് ഒരു സ്പൂൺ മൈദമാവിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത പാലല്ലാതെ കുറച്ച് പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൈദ മിക്സ് ചെയ്തിരിക്കുന്ന പാലും കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറുകി വന്നാൽ നമ്മുടെ പാസ്ത, രുചിയോളം പാസ്ത, അതും വൈറ്റ് മാക്രോണി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.